പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, തിരക്ക് പിടിച്ച പഠന സന്ദർഭങ്ങൾക്ക് ശേഷം നമ്മുടെ കുട്ടികൾക്ക് 10 ദിവസത്തെ നീണ്ട ഓണ അവധിക്കാലം വീണ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ നോ യുവർ നെയ്ബർ എന്ന് പറയുന്ന വളരെ പ്രൊഡക്റ്റീവായ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ കേവലം പുസ്തക പുഴുക്കളായി മാറി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമൂഹത്തെ വിസ്മരിച്ചു പോകുന്ന ഒരവസ്ഥ ഇല്ലാതെയാക്കുവാൻ, തനിക്ക് ചുറ്റുപാടുമുള്ള പരിസരത്തെയും സമൂഹത്തെയും സഹജീവികളെയും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി അവരുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നാളെയുടെ പൗരന്മാരാക്കി മാറ്റാൻ വേണ്ടിയുള്ള വളരെ സോദ്ദേശ്യപൂർവമായ പദ്ധതിയാണ് നോ യുവർ നെയ്ബർ. അതിൻ്റെ 2ാം ഘട്ടമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഓരോ കുട്ടിയും തൊട്ടടുത്തുള്ള 10 വീടുകളെങ്കിലും സന്ദർശിച്ച് അവിടുത്തെ വീട്ടുകാരുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്കൂൾ നടപ്പിലാക്കുന്ന പീസ് ബില്യൺ ട്രീ അപ്പീലിൻ്റെ ഭാഗമായി ആ വീട്ടുകാർക്ക് സമ്മാനമായി ഒരു വൃക്ഷത്തൈ നൽകുന്നു. ആ വീട്ടുകാരുമായി ഈ സ്നേഹ സംഭാഷണം നടത്തുന്നു. വീട്ടിലുള്ള വൃദ്ധരെയും രോഗികളെയും ഒക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സമാഹരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ഒരു ബഹുമുഖ പ്രൊജക്റ്റായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം നോ യുവർ നെയ്ബർ ആവിഷ്കരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണയൊക്കെ വളരെ താല്പര്യപൂർവ്വം രക്ഷിതാക്കളും കുട്ടികളും ഏറ്റെടുത്തതുപോലെ ഇപ്രാവശ്യവും എല്ലാവരും ഒരു മത്സര ബുദ്ധിയോടുകൂടി ഈ ഒരു പുണ്യപ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ തൊട്ടറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരിലൂടെ കുറേ അറിവുകളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കി ഉത്തരവാദിത്വ ബോധമുള്ള റെസ്പോൺസിബിൾ സിറ്റിസൺസായി നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളും സക്രിയമായ ഇടപെടലുകളും ആഗ്രഹിക്കുന്നു. സന്തോഷപൂർവ്വം ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു.